മുത്താളെ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു അനുഭവസ്ഥമായ ഒരു വിഷയം പറയാനാണ്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പെരുന്നാളൊക്കെയാണ്. പെരുന്നാളിന് ഒരുപാട് രീതിയിൽ നമ്മൾ കിറ്റ് കൊടുക്കും. വ്യക്തിപരമായിട്ട് നമ്മൾ വ്യക്തികൾക്ക് ഇപ്പം എന്നെ കൊണ്ട് കഴിയുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടുക്കും, മതസംഘടനക്കാർ കൊടുക്കും, ക്ലബ്ബുകാർ കൊടുക്കും. അങ്ങനെ പല രീതിയിലും കിറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കിറ്റ് കൊടുക്കുമ്പോൾ വർഷങ്ങളോളം മുമ്പുള്ള രീതിയിലേറെ കൊടുക്കുക. ചിലപ്പോൾ ഒരു പേപ്പർ ഉണ്ടാവും. ആ ഒരു പേപ്പറിൽ ഇപ്പോൾ ഒരു 10, 20, 30 ഇപ്പോൾ 100 കൊടുക്കേണ്ടത് 100 കൊടുക്കുന്ന രീതിയിലായിരിക്കും. പഴയ രീതിയിൽ എഴുതി പോകുന്ന ലിസ്റ്റുകളായിരിക്കും പൊതുവെ ഉണ്ടാവുക. അതങ്ങനെ തുടർന്ന് പോകും. ചിലപ്പോൾ 10 കൊല്ലോ 5 കൊല്ലോ 6 കൊല്ലോ 7 കൊല്ലം മുമ്പൊക്കെ ഉള്ള സ്ലിപ്പായി കാരണം ഈ സ്ലിപ്പ് ഇങ്ങനെ തുടർന്ന് പോകുന്ന ആ പാരമ്പര്യമായിട്ട് ആ കുട്ടിയായിട്ട് ഇങ്ങനെ കൊടുത്തു പോകുന്ന രീതിയാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ 5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള സാമ്പത്തിക അവസ്ഥ ആയിരിക്കില്ല ഇപ്പോഴത്തെ രീതിയിൽ അവരുടെ സാമ്പത്തിക അവസ്ഥ. കാരണം വെച്ചാൽ അവർ മക്കളെ കാരണം കൊണ്ട് ബിസിനസ് പരമായിട്ടൊക്കെ ചിലപ്പോൾ എന്താവും ഒരുപാട് ഉയർച്ചയിൽ അവർ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ കിറ്റ് എത്തിക്കഴിഞ്ഞാൽ അവരിതിന് യോഗ്യത ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ വിഷയം, ഇനിയിപ്പോൾ അവർക്ക് കൊടുത്താൽ തന്നെ പല രീതിയിലുണ്ട്. അപ്പോൾ അവർക്ക് തുടരായിട്ട് കൊടുത്തിട്ട് അവർക്ക് കിട്ടാതാവുമ്പോൾ ഒരു പരാതി ഉണ്ടാവും. എനിക്ക് കിട്ടിയില്ല, കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, ഇപ്രാവശ്യം കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് ഉണരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ ചിലപ്പം പുതിയതായിട്ട് ചിലപ്പം അയൽവാസികളായി പുതിയ വീടെടുത്ത് വന്നവരേക്കാരും അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിച്ച ആൾക്കാരുണ്ടാവും. ഈ വീടിൻ്റെ അപ്പുറത്ത് അവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. രണ്ടാമത്തെ, ഞാൻ മുമ്പ് ഈ വ്യക്തികളുടെ ആൾക്കാരിന് അപ്പുറത്ത് എന്താവും മുമ്പ് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ഇപ്പോൾ അവൾ വളരെ ബാക്കോട്ടായിരിക്കും. അവർ നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. ഇത് പാരമ്പര്യം തുടർന്ന് പോകുമ്പോൾ കൊടുത്തുകൊണ്ട് ഈ കിട്ടുന്നത് വേണ്ടെന്ന് പറയില്ല. എനിക്കിത് അവകാശമില്ല, ഞാനല്ല എൻ്റെ അതിന് അവകാശം, എൻ്റെ അയൽവാസികൾ അവർക്ക് കൊണ്ടു കൊടുക്കുക. അവരെന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട്, അവർക്കിത് കൊണ്ടുപോയി കൊടുക്കുക, എനിക്കിത് വേണ്ടെന്ന് ആരും പറയില്ല. കിട്ടുന്നത് ഇങ്ങനെ വാങ്ങി വെക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ചുറ്റുപാടുകൾ അന്വേഷിച്ച് ആ രീതിയിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.